കൂടിയാണ് പ്രേക്ഷക നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ മാതൃഭൂമി ന്യൂസിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നരേന്ദ്രമോദി വാഹനത്തിലുണ്ട്. അദ്ദേഹം അല്പസമയത്തിനകം തന്നെ ഗുരുവായൂരിൽ നിന്ന് കൊച്ചിയിൽ നിന്ന് അദ്ദേഹം ഗുരുവായൂരിലേക്ക് പുറപ്പെടും. അവിടെ നിന്നുള്ള എറണാകുളം ഗസ്റ്റ് ഹൗസിൽ നിന്ന് അദ്ദേഹം പുറപ്പെട്ടിരിക്കുന്നു. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് വാഹനങ്ങളുടെ അകമ്പടിയോടെ എസ്കോർട്ട് വാഹനങ്ങളുടെ സുരക്ഷയിലാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് അദ്ദേഹം എറണാകുളം ഗസ്റ്റ് ഹൗസിൽ നിന്ന് അദ്ദേഹം പുറപ്പെട്ടിരിക്കുന്നത്. എറണാകുളത്ത് നിന്ന് അദ്ദേഹം ഹെലികോപ്റ്റർ മാർഗമായിരിക്കും ഗുരുവായൂരിലേക്ക് എത്തുക എന്നാണ് മനസ്സിലാക്കുന്നത്. ശ്യാം പ്രസാദ് ഉത്തമനുണ്ട്. ശ്യാമിത, ഗസ്റ്റ് ഹൗസിൽ നിന്ന് മോദി ഇറങ്ങിയിട്ടുണ്ട്. അവിടെ നിന്ന് പ്രധാനമന്ത്രി ഇറങ്ങിയിട്ടുണ്ട്. ഒരുപാട് വാഹനങ്ങളുടെ സുരക്ഷാ അകമ്പടിയോടുകൂടിയാണ് അദ്ദേഹം ഇറങ്ങുന്നത്. ഇപ്പോൾ നേരെ എങ്ങോട്ടേക്കാണ് പോകുന്നത്? എവിടെ നിന്നാണ് ഹെലികോപ്റ്റർ? അക്ഷയ, രാവിലെ 6 മണിക്ക് ഇറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 6:34 കൂടിയാണ് പ്രധാനമന്ത്രി ഇപ്പോൾ ഗസ്റ്റ് ഹൗസിൽ നിന്നും പുറപ്പെട്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് നേവിയുടെ ഹെലിപ്പാഡുണ്ട്. ആ ഹെലിപ്പാഡിലേക്കാണ് പുറപ്പെട്ടിരിക്കുന്നത്. ഏകദേശം 5 മിനിറ്റ് കൊണ്ട് അവിടെ എത്തും. അതിനുശേഷം അവിടെ നിന്ന് ഹെലികോപ്റ്ററിൽ ഗുരുവായൂരിലേക്ക് തിരിക്കും. എന്തായാലും അരമണിക്കൂർ, നിലവിലെ സമയപ്രകാരം അരമണിക്കൂർ വൈകിയാണ് ഇവിടെ നിന്ന് പുറപ്പെട്ടിരിക്കുന്നത്. അല്പ നിമിഷം കഴിയുമ്പോൾ കൊച്ചിയിലെ നേവിയുടെ ഹെലിപ്പാഡിൽ നിന്നും ഹെലികോപ്റ്ററിൽ അദ്ദേഹം ഗുരുവായൂരിലേക്ക് തിരിക്കും. അതിനുശേഷമാകും ക്ഷേത്ര ദർശനവും നടൻ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിലും പങ്കെടുക്കുകയും അതോടൊപ്പം തന്നെ തൃപ്രയാർ ക്ഷേത്രത്തിലും ദർശനം നടത്തുക. അതിനുശേഷം വീണ്ടും കൊച്ചിയിലേക്ക് അദ്ദേഹം എത്തും. ശ്യാം വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും ശ്യാം റിപ്പോർട്ട് ചെയ്യുന്നത് അനുസരിച്ച് അരമണിക്കൂർ വൈകിയാണ് നരേന്ദ്രമോദി ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ടതെന്നാണ് മനസ്സിലാക്കുന്നത്. എറണാകുളം ഗസ്റ്റ് ഹൗസിൽ നിന്നും കൊച്ചിൻ നാവികസേന ആസ്ഥാനത്തേക്ക്, അവിടെ നിന്നാണ് ഹെലികോപ്റ്റർ ഉള്ളത്, അവിടത്തേക്ക് പുറപ്പെടുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഒരുപാട് വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊച്ചിയിലെ എറണാകുളം ഗസ്റ്റ് ഹൗസിൽ നിന്നും പുറപ്പെടുകയാണ്. ഇന്നലെ അദ്ദേഹം എറണാകുളം ഗസ്റ്റ് ഹൗസിലായിരുന്നു തങ്ങിയിരുന്നത്. അവിടെ നിന്ന് പുറപ്പെടുന്നു. ഇനിയിപ്പോൾ നേരെ എത്താൻ പോകുന്നത് നേവിയുടെ ആസ്ഥാനത്തേക്കാണ്, എറണാകുളത്തെ നേവിയുടെ ആസ്ഥാനത്തേക്കാണ്. അവിടെ നിന്നാണ് ഹെലികോപ്റ്റർ ഉള്ളത്. ഹെലികോപ്റ്റർ മാർഗം ഗുരുവായൂരിലേക്ക് അദ്ദേഹം പറന്നിറങ്ങും. അവിടെ എത്തിയതിനു ശേഷമായിരിക്കും പിന്നീട് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ 7:40 എന്നുള്ള സമയമായിരുന്നു നമുക്ക് നേരത്തെ ലഭ്യമായതനുസരിച്ച് 7:40 പ്രധാനമന്ത്രി ക്ഷേത്രത്തിലേക്ക് എത്തുമെന്നുള്ളതാണ്. ഗുരുവായൂരിൽ ശ്രീകൃഷ്ണ കോളേജ് മൈതാനത്താണ് ഹെലികോപ്റ്ററിൽ എത്തുക. അവിടേക്കാണ് മോദി പറന്നിറങ്ങാൻ പോകുന്നത്. ഒരുപാട് സുരക്ഷാ സംവിധാനത്തിലൂടെയാണ് ഇപ്പോൾ മോദി എറണാകുളം ഗസ്റ്റ് ഹൗസിൽ നിന്നും പുറപ്പെട്ടിരിക്കുന്നത്. നേരെ അദ്ദേഹം ഇപ്പോൾ നേവിയുടെ ആസ്ഥാനത്തേക്ക് തിരിക്കുകയാണ്. അവിടെ നിന്നാണ് ഹെലികോപ്റ്റർ ഉള്ളത്. അവിടെ നിന്നാണ് പുറപ്പെടാൻ പോകുന്നത്. ശ്യാം, എത്ര ദൂരമുണ്ട് അവിടെ നിന്ന് അങ്ങോട്ട് ഇനി? ശരി, ബിജു പങ്കജ് ഇപ്പോൾ വിവരങ്ങളുമായുണ്ട്. ബിജു, ഇപ്പോൾ എറണാകുളം ഗസ്റ്റ് ഹൗസിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. നേവിയുടെ ആസ്ഥാനത്തേക്ക് ഹെലികോപ്റ്റർ തിരിക്കുന്നു. അവിടേക്ക് എത്താനായി എത്ര ദൂരത്തിന്റെ ഒരു സമയമുണ്ട്? എത്ര സമയം വേണ്ടി വരും? കൃത്യം 10 മിനിറ്റ് മതി ദക്ഷിണ നാവിക ആസ്ഥാനത്തെ എയർപോർട്ടിലേക്ക് പ്രധാനമന്ത്രിക്ക് എത്താൻ. അല്പം മുമ്പാണ് ഇവിടെ ദർബാർ ഹാൾ കഴിഞ്ഞ് MG റോഡിലൂടെയാണ് അദ്ദേഹം ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം വെണ്ടൂരുത്തി പാലം കയറി 10 മിനിറ്റ് കൊണ്ട് തന്നെ അദ്ദേഹം കൊച്ചി ദക്ഷിണ നാവിക ആസ്ഥാനത്തെ എയർപോർട്ടിലെത്തും. അവിടുന്ന് ഹെലികോപ്റ്റർ മാർഗമാണ് അദ്ദേഹം ശ്രീകൃഷ്ണ കോളേജ് ഗ്രൗണ്ടിലേക്ക് പോകുന്നത്. ഏതാണ്ട് അരമണിക്കൂർ സമയം, അതായത് അദ്ദേഹത്തിന്റെ യാത്ര നിശ്ചയിച്ച രീതിയിൽ തന്നെ ആ കൃത്യസമയത്ത് തന്നെ നടക്കുന്നു. ഒരു 7:20 7:30 പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം ശ്രീകൃഷ്ണ കോളേജിലെ ഹെലിപ്പാഡിൽ ഇറങ്ങും. അതിനുശേഷം അവിടെ നിന്നായിരിക്കും അദ്ദേഹം ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് പോവുക, മറ്റു ചടങ്ങുകളിലേക്ക് എത്താൻ. എന്തായാലും കൃത്യസമയത്തിന് 6:20 അദ്ദേഹം ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസിൽ നിന്ന് ഇറങ്ങിയത്. 6:40 തന്നെ അദ്ദേഹം ഇവിടെ ദക്ഷിണ നാവിക ആസ്ഥാനത്തെ ഹെലിപ്പാഡിലെത്തും. അവിടെ നിന്ന് അദ്ദേഹം ഗുരുവായൂരിലേക്ക് മടങ്ങി. ഇപ്പോൾ മോട്ടോർക്കേഡ് MG റോഡ് കഴിഞ്ഞ് വെണ്ടൂരുത്തി പാലം വഴി ദക്ഷിണ നാവിക ആസ്ഥാനത്തിന് മുന്നിലൂടെയാണ് അദ്ദേഹം ഇപ്പോൾ യാത്ര ചെയ്യുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ അദ്ദേഹം ദക്ഷിണ നാവിക ആസ്ഥാനത്തെ വിമാനത്താവളത്തിലെത്തും.